നമസ്കാരം, ഞാൻ ശ്യാം മോഹൻ കോട്ടയം. എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ FBയിലും യൂട്യൂബിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. ഇന്ന് രാവിലത്തെ വർക്കാണ്. അപ്പം ഒരു മൃദംഗത്തിൻ്റെ വീഡിയോ, പുതിയൊരു മൃദംഗം റൈറ്റ് സൈഡ് മാത്രം ഞാൻ ചെയ്തതാണ്. ഇതെൻ്റെ സുഹൃത്ത്, എൻ്റെ വീടിനടുത്തിനുള്ള വാഗത്താനത്തിനുള്ള മധു എന്ന് പറഞ്ഞൊരു മൃദംഗ ആർട്ടിസ്റ്റിനാണ്. അദ്ദേഹം പോണ്ടിച്ചേരി സെറ്റിലാണ്, അവിടെയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ചങ്ങനാശ്ശേരി B ഹരികുമാർ സാറിൻ്റെ സ്റ്റുഡൻ്റാണ് അദ്ദേഹം. മരിച്ചേട്ടൻ്റെ ഒരു വർക്കാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇത് തൊപ്പി പുള്ളിക്കാരൻ ചെന്നൈയിൽ ചെയ്യിച്ചാണ്. ഈ സ്റ്റാഫൊക്കെ നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന, ഞാൻ റൈറ്റ് സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം വരുന്നില്ല. ഇത് ജസ്റ്റ് ഒരു വർക്കും കൂടെ കാണിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും പറയും ഇങ്ങനെ വർക്ക് ഫിനിഷ് ചെയ്തത് മാത്രം ചെയ്യാറുണ്ട്, വർക്കും കൂടെ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് പല ആൾക്കാരും. അതുകൊണ്ട് ഫിനിഷിങ്ങിൻ്റെ വർക്കും കൂടി ഞാൻ എടുത്ത് ചെയ്യുന്ന വീഡിയോ ആണത്. ഇപ്പോൾ ഈ വാദ്യം ഇപ്പോൾ 2-നാണുള്ളത്. 2 കുറച്ചും കൂടെ ഉണ്ട് തോന്നുന്നത്. ഇപ്പോൾ ഈ കേൾക്കുന്ന ടോൺ ഞാൻ ഇതിൽ കുച്ചി വെച്ചിട്ടില്ല, കുച്ചി ഇല്ലാതെ ഞാൻ ഇപ്പോൾ ഈ ടോൺ കേൾക്കുന്നത്. ഞാൻ ഇന്നലെ ചോറിട്ട് വെച്ചോളൂ, കുച്ചി വെക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ആ കുച്ചി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. ഇത് പുൽക്കുച്ചിയാണ് കേട്ടോ, തീരെ നൈസ് പുല്ലിൻ്റെ കുച്ചിയാണ്. ഞാൻ പുല്ല് യൂസ് ചെയ്യാറുണ്ട്, ഈറ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ചിലർക്ക് ഈറ എന്ന് പറയുമ്പോൾ ഈറ വെക്കും, ചിലർക്ക് പുല്ല്, ഞാൻ പുല്ലാണ് യൂസ് ചെയ്യാറുള്ളത്. ശരിക്കും പറയുന്നത് ഇപ്പോൾ ഈ മൂട്ടിന് കുച്ചി വെക്കേണ്ട കാര്യമില്ല, കുച്ചിയില്ലാതെ തന്നെ അതിന് നല്ല നാദമുണ്ട്. പിന്നെ കുച്ചി മൂട്ടെന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും കുച്ചി വെച്ചില്ലേ പറ്റത്തുള്ളൂ. എൻ്റെ കൂടുതൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ശിഷ്യനാണ് ജോസ്, ട്രിവാൻഡ്രത്താണ് വീട്. ഇതെൻ്റെ അച്ഛൻ്റെ അനുജൻ സിബി എന്ന് പറയും, കുമ്മളി, എൻ്റെ സ്വന്തം സ്ഥലത്താണ്, തറവാട്ടിലാണ് താമസിക്കുന്നത്. ഇവരൊന്നും റെഗുലർ വർക്കാരല്ല എൻ്റെ അടുത്ത്. എനിക്ക് എന്തിനും അത്യാവശ്യം തിരക്കുള്ള വിളിക്കുമ്പത്തിന് വരും. ഇവർക്കെല്ലാം സ്വന്തമായിട്ട് വേറെ വർക്കുള്ള ആൾക്കാരാണ്. എനിക്ക് തിരക്കുള്ളപ്പോൾ വിളിക്കുമ്പത്തിന് വന്ന് ഒരാഴ്ച നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യും. ഞാനിപ്പോൾ ഓൾറെഡി ഒത്തിരി വർക്കുകളെല്ലാം പെൻഡിങ്ങിലാണ് ഇപ്പം പോകും. അപ്പം ആൾക്കാരെല്ലാം ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. ഞാൻ മനഃപൂർവ്വം ഞാൻ ആരെയും വൈകുന്നല്ല, എൻ്റെ സാഹചര്യം കൊണ്ടാണ്. കാരണം എനിക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് വർക്കുകൾ മുമ്പോട്ട് തീരുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷേ തരുമ്പോൾ ഞാൻ നല്ല വാദ്യം നിങ്ങൾക്ക് തരാം, അത് ഉറപ്പാണ്. പിന്നെ അത് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയുകയും ചെയ്യാം. അതിനകത്ത് മൂട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ടോൺ ക്വാളിറ്റി കുറവുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഞാനത് മാറ്റി ചെയ്ത് തരുന്നതായിരിക്കും. ആ പരാതി ആണെങ്കിൽ അത് മറ്റൊരാൾക്കാർ പറയാതെ കണ്ട് അത് എന്നെ വിളിച്ച് പറയുക, അതാണ് വേണ്ടത് കേട്ടോ. ഞാൻ കുറേ ആൾക്കാർ വർക്ക് കൊടുക്കാറുണ്ട്, ഇഷ്ടംപോലെ. നേരത്തെ 6-7 മാസം ആൾക്കാരുടെ വർക്ക് വർക്കുണ്ട്. അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യാത്തതല്ല, സാഹചര്യം കൊണ്ടാണ്, തിരക്ക് കൊണ്ടാണ്. എന്നാലും ഞാൻ മുമ്പ് ആദ്യം തന്ന ആൾക്കാർ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ട്രഡീഷണൽ ശൈലി മൃദംഗമാണ്. ഞാൻ സാധാരണ ഡിസൈൻ രീതിയിൽ മടഞ്ഞാണ് മുദ്ര കിട്ടുന്നത്. ഇത് അല്ലാതെ കെട്ടിയേക്കുന്ന മുദ്രയാണ്, നോർമലി എല്ലാവരും ചെയ്യുന്നവർ തന്നെയല്ല. പക്ഷേ ഇത് 5 ബാറിലാണ് ഞാനത് മൂട്ടടിച്ചേക്കുന്നത്. 5 ബാർ ഞാൻ അടിച്ചുരുട്ടിയാണ് കെട്ടിയേക്കുന്നത് മുദ്ര. പിന്നെ തോലാണ്ടും യഥാർത്ഥ പശുവിൻ്റെ തോലും, പിന്നെ ആട്ടത്തോല്, ബ്ലീച്ച് ചെയ്യാത്ത ആട്ടത്തോലും. ചിലപ്പം പെട്ടെന്ന് കേൾക്കുന്നതിന് ഓർക്കും അത് ചുണ്ണാമ്പ് തോലെ കേൾപ്പിക്കുന്ന ടോണാണെന്ന് വിചാരിക്കും. പക്ഷേ അതല്ല, ശരിക്കും ഇത് ബ്ലീച്ച് ചെയ്യാത്ത പ്യുവർ തോല് തന്നെയാണ്. ഞാൻ ചുണ്ണാമ്പ് തോല് ചെയ്യാറില്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാറില്ല.
ഇപ്പോഴാണ് കൊച്ചി വെച്ചത് ഫുള്ളായിട്ട്. ശരിക്കും ഈ ആദ്യം 2:30ക്കാണ് വേണ്ടത്. ഇപ്പോൾ ഇത് ലേശം കുറവാണോ ശ്രുതി, വാർ പിടിച്ച് 2:30 ആകണം. എനിക്ക് വീട്ടുന്നതിലൊക്കെ തീരെ നൈസ് ലെതറാണ്, വളരെ സോഫ്റ്റ് ലെതറാണ് ചെയ്തിട്ടുള്ളത്. അധികം സ്ട്രെയിൻ ഇല്ലാതെ വായിക്കാൻ പറ്റും. ഈ ചോറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫിംഗർ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിരലിങ്ങനെ പാടിങ്ങനെ ചോറ് കറുത്തറിയാൻ പറ്റും. അത് അങ്ങനെ എടുത്ത് വെക്കാൻ പാടില്ല. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നാദം അടഞ്ഞു പോകും. എപ്പോൾ വായിച്ചു കഴിഞ്ഞാലും ഒരു ഇതുപോലെ ക്ലോത്ത് കൊണ്ട് തുണി കൊണ്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അതേ ഫിനിഷിങ് കിട്ടും. ആ ചോറിൻ്റെ ആ സെയിം ക്ലാരിറ്റി ആ ഗ്ലാസ് പോലെ ഇരിക്കും. ആ ഗ്ലേസിങ് കൃത്യം അത് കിട്ടും. ചോറൊക്കെ എങ്ങനെ സൂക്ഷിക്കുന്നു അതുപോലെ ഇരിക്കും ആദ്യത്തിന് ടോൺ ക്വാളിറ്റി. ഇത് വയർപ്പൊക്കെ കയറി അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ടോൺ ക്വാളിറ്റി കാണത്തില്ല. ആ തബലയാണുള്ളത്, മൃദംഗമാണുള്ളത്, ഇങ്ങനെ വയർപ്പിറങ്ങി പിന്നെ നാദം അടഞ്ഞു പോകും. ഇപ്പോൾ ഈ മൂട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇരുന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരു ലേശം കയറി അടിക്കുന്ന മുദ്ര. അപ്പോൾ നെക്സ്റ്റ് അടുത്ത ചോറിന് നമുക്ക് കുറച്ചുകൂടെ വറ പിടിച്ച് ഇരുത്താൻ പറ്റും. ഇപ്പോൾ ഇത് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു എഫ് ഷാർപ്പ് കയറിപ്പോകും. ഇപ്പം ഇതിപ്പോൾ 2-നാണുള്ളത്. ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ 2:30 കറക്റ്റ് ട്യൂണിങ് ആയിരിക്കും. അപ്പോൾ എന്നാലും മധുചേട്ടന് ഒരുപാട് നന്ദിയുണ്ട് എന്നെ കൊണ്ട് വാദ്യം ചെയ്യിച്ചതിന്. അദ്ദേഹം സ്ഥിരമായിട്ട് ചെന്നൈയിലാണ് ജയിക്കുന്നത്. പോണ്ടിച്ചേരിയിൽ സെറ്റിലായതുകൊണ്ട് അദ്ദേഹം ചെന്നൈയിൽ ജയിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ രണ്ടേലും ഈ വാദ്യം തന്നത്. ഇത് തന്നത് കുറേ ആയി. എനിക്ക് തോന്നുന്നു നവരാത്രിക്ക് മുന്നേ തന്ന വാദ്യമാണത്. പക്ഷേ നവരാത്രിക്ക് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോഴാണ് തീർന്നത്. അതുപോലെ ഒത്തിരി വാദ്യങ്ങൾ തന്നെ വെയിറ്റിൽ ലിസ്റ്റിലാണുള്ളത്. എന്തായാലും ചെയ്യുമ്പോഴത്തേക്കിന് ഇതുപോലെ ടോൺ ക്വാളിറ്റി ചെയ്ത് തരും. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ഇഷ്ടപ്പെട്ടില്ല പോലും തിരിച്ചു തന്നാൽ മൂട്ട് ഞാൻ മാറത്തരും. അതാണ് എൻ്റെ ഒരു ക്വാളിറ്റി. അപ്പോൾ എന്താണ് എൻ്റെ ഈ വർക്കുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ പേര് ശ്യാം മോഹൻ. ഞാൻ കോട്ടയത്ത് ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പം എല്ലാവർക്കും വീണ്ടും ഞാനൊരു പുതുവത്സരം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സരം ഞാൻ ആശംസിക്കുന്നു. എൻ്റെ നമ്പർ 9747784977. താങ്ക് യു. നന്ദി.